എല്ലാവർക്കും നിമിഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് എഗ് ഫ്രൈഡ് റൈസ് ആണ് കേട്ടോ. ഇത് കുട്ടികളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയാണ്. നമുക്കിത് കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തേക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റം തന്നെയാണ്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. മിക്സിംഗ് ഒക്കെ പെട്ടെന്ന് തന്നെ കഴിയുമല്ലോ. അപ്പൊ നമുക്കിത് എങ്ങനെയാണ് വളരെ പെട്ടെന്ന് തന്നെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് തന്നെയുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാം. അപ്പോഴാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഞാനിപ്പോൾ പുതുതായിട്ട് ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പും അതുപോലെ തന്നെ ഒരു ടെലിഗ്രാം ചാനലും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുക്കിംഗ് താല്പര്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാം കേട്ടോ. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ഞാനിവിടെ 1 കപ്പ് ബസ്മതി അരിയാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. 250 ml കപ്പിലാണ് എടുത്തിരിക്കുന്നത്. ഇത് ആദ്യം നമുക്ക് ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് കഴുകിയെടുക്കാം. ബസ്മതി റൈസ് ഒക്കെ എടുക്കുമ്പോൾ എപ്പോഴും നല്ല ക്വാളിറ്റി ഉള്ള റൈസ് എടുക്കാം. അപ്പോഴാണ് ഫ്രൈഡ് റൈസ് നല്ല ടേസ്റ്റി ആയിട്ടും അതുപോലെ കുഴയാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വരുള്ളൂ. അതുപോലെ അരി എടുക്കുമ്പോൾ കുറച്ച് നീളത്തിലുള്ള ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ കാണാനും കുറച്ച് ഭംഗി ഉണ്ടാവും. ഇത് ആദ്യം നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കാം കേട്ടോ. നമ്മൾ ഒരിക്കലും വെള്ളത്തിൽ കുതിർത്തിയെടുത്തതിന് ശേഷം കഴുകിയെടുക്കരുത്. കാരണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അരി പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട് കുതിർത്തിയെടുത്തിട്ട് കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ ഞാനിത് നന്നായിട്ട് കഴുകിയിട്ട് കൊണ്ടുവരാം. നന്നായിട്ട് തന്നെ വാഷ് ചെയ്തെടുക്കുക ഒരു 3-4 പ്രാവശ്യം. ഇപ്പം ഞാൻ ഈ അരി നന്നായിട്ട് തന്നെ കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ട് തന്നെ വെള്ളം ഒഴിച്ചിട്ട് സോക്ക് ചെയ്തെടുക്കണത്. ഇനി നമുക്കിതൊരു 15 മിനിറ്റ് കുതിർത്തിയെടുക്കുക. ഒരുപാട് സമയം കുതിർത്തിയെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. 15 മിനിറ്റ് തന്നെ മതി. അരി കുതിർന്ന് വരുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് പച്ചക്കറികളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് പച്ചക്കറികൾ എടുത്തിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ ഏതൊക്കെ പച്ചക്കറികളുള്ളതെന്ന് വെച്ചാൽ അത് എടുത്താൽ മതി കേട്ടോ. ഇന്നത് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ സാധാരണ നമ്മൾ ഫ്രൈഡ് റൈസിന് ചേർത്ത് കൊടുക്കണം പച്ചക്കറികളായിരിക്കണമെന്ന് മാത്രം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് കഴുകിയെടുത്തിരിക്കുന്നതാണ്. ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, മഷ്റൂം എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ബട്ടൺ മഷ്റൂമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ക്യാപ്സിക്കം നിങ്ങൾക്ക് കളയുടെ ക്യാപ്സിക്കം വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം. ക്യാപ്സിക്കം ഒക്കെ ശരിക്കും പറഞ്ഞാൽ ഫ്രൈഡ് റൈസിന് നല്ലൊരു ടേസ്റ്റ് തന്നെ കൊടുക്കും. അപ്പോൾ ക്യാപ്സിക്കം പറ്റുമെങ്കിൽ സ്കിപ്പ് ചെയ്യാതിരിക്കുക. പിന്നെ ക്യാബേജ്, പിന്നെ ഫ്രഞ്ച് ബീൻസാണ് എപ്പോഴും ഫ്രൈഡ് റൈസ് തയ്യാറാക്കുമ്പോൾ നല്ലത്. ഫ്രഞ്ച് ബീൻസ് ആകുമ്പോൾ പെട്ടെന്ന് തന്നെ കുക്കായിട്ട് വരും. അതുപോലെ തന്നെ ടേസ്റ്റും കൂടുതലാണ്. പിന്നെ ഫ്രഞ്ച് ബീൻസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ ബീൻസ് തന്നെ ഉപയോഗിക്കാം കേട്ടോ. ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ പറയാം എത്ര അളവ് ഞാൻ ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളൊരു കാര്യം. ഇപ്പോൾ ഞാൻ ഈ പച്ചക്കറികളൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് തന്നെയാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. ക്യാരറ്റ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ക്യാരറ്റിൻ്റെ പകുതിയാണ്, ഒരു മീഡിയം സൈസ് ക്യാരറ്റിൻ്റെ പകുതി. പിന്നെ ക്യാപ്സിക്കം ഒരു മീഡിയം സൈസ് ക്യാപ്സിക്കത്തിൻ്റെ പകുതി. ക്യാബേജ് ഒരു 2 ലീഫ്, അതായത് ഇപ്പോൾ ഒരു ഇത്രയൊക്കെ ഒരു അളവിൽ. ഇതിനൊന്നും കറക്റ്റ് അങ്ങനെ അളവൊന്നുമില്ല. ചിലവർക്ക് ഫ്രൈഡ് റൈസിൽ നന്നായിട്ട് പച്ചക്കറികൾ ചേർക്കുന്നതായിരിക്കും ഇഷ്ടം, ചിലവർക്ക് അത്രയ്ക്ക് ഇഷ്ടം ഉണ്ടാവില്ല. ഞാൻ പക്ഷെ അത്യാവശ്യം നന്നായിട്ട് തന്നെ ചേർക്കാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഫ്രൈഡ് റൈസ് കഴിക്കുമ്പോൾ പച്ചക്കറികളൊക്കെ കുട്ടികൾ നന്നായിട്ട് തന്നെ കഴിക്കും. അപ്പോൾ കുറച്ച് ഹെൽത്തി ആയിട്ട് തന്നെ വരുമല്ലോ നമ്മൾ ഇതിലേക്ക് കൂടുതൽ വെറൈറ്റി പച്ചക്കറികൾ കൂടുതൽ അളവിൽ തന്നെ ചേർത്ത് കൊടുക്കുമ്പോൾ. പിന്നെ കൂൺ ചേർത്തിരിക്കുന്നത് ഒരു 4-5 എണ്ണമാണ് കേട്ടോ. പിന്നെ ഫ്രഞ്ച് ബീൻസ് ഒരു 5-6 എണ്ണം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് സ്പ്രിംഗ് ഓണിയനാണ്. സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പാർട്ടും വേണം, അതുപോലെ ഈ ഗ്രീൻ പാർട്ടും വേണം. ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഈ വൈറ്റ് പാർട്ട് കട്ട് ചെയ്ത് എടുക്കാം. അതുപോലെ ഈ ഗ്രീൻ പാർട്ടും കട്ട് ചെയ്ത് വയ്ക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞു. നമുക്ക് ഇതൊന്ന് ഊറ്റിയെടുക്കണം. വെള്ളം കംപ്ലീറ്റ് ആയിട്ട് ഊറ്റിക്കളയാം. ഇപ്പോൾ കണ്ടില്ലേ ഞാനിത് ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള പരിപാടികൾ ചെയ്യാം കേട്ടോ. വെള്ളം നന്നായിട്ട് തന്നെ പോയിക്കോട്ടെ. ഞാനിവിടെ കുറച്ച് വലിയൊരു പാത്രത്തിൽ കുറച്ച് അധികം വെള്ളം തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. അരി വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അതിനുശേഷം മാത്രം ഊറ്റി വെച്ചിരിക്കുന്ന അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ, അല്ലാന്നുണ്ടെങ്കിലും കുഴഞ്ഞു വരും. ഈ വെള്ളത്തിലേക്ക് നമുക്ക് ഈ അരിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് ഒരിക്കലും കൂടി പോരുത് കേട്ടോ. കുറഞ്ഞു പോയാലും നമുക്ക് പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ വേണമെങ്കിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിത് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഉപ്പ് കുറച്ച് മുന്നിട്ട് നിൽക്കണം. അപ്പോഴാണ് റൈസിൽ പെർഫെക്റ്റ് ആയിട്ട് ഉപ്പ് ഉണ്ടാവുള്ളൂ. ഇനി നമുക്കിതിലേക്ക് നാരങ്ങ നീരാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഒരു നാരങ്ങയുടെ നീര് മുഴുവനായിട്ടൊന്നും വേണ്ട കേട്ടോ. ഒരു നാരങ്ങയുടെ പകുതിയൊക്കെ മതി. വലിയ നാരങ്ങയാണെന്നുണ്ടെങ്കിൽ പകുതി ഉപയോഗിക്കരുത്. ഇതൊന്നും ഇതിലേക്ക് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം. പുളി ഒരിക്കലും കൂടിപ്പോകാൻ പാടില്ല ഫ്രൈഡ് റൈസിന്. ഇത് നമ്മൾ അരി കുഴയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ കണ്ടില്ലേ വെള്ളം നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഊറ്റി വെച്ച അരി, അതായത് കുതിർത്തി വെച്ചതിന് ശേഷം ഊറ്റി വെച്ച അരി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ എണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ ഒഴിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. എണ്ണ ഒഴിച്ച് കഴിഞ്ഞാലും തീരെ കുഴയാതെ തന്നെ ഇരിക്കും. ഫ്രൈഡ് റൈസിനൊക്കെ ആകുമ്പോൾ അരി ഒരുപാട് വെന്ത് കുഴയാൻ പാടില്ല. ഒരു റൈസ് വേറൊരു റൈസിനെ തൊടാത്ത രീതിയിൽ അങ്ങനെ വേണം ഇരിക്കാൻ.
പക്ഷെ എന്നാൽ റൈസ് അത്യാവശ്യം കുക്കായിട്ട് ഉണ്ടാവണം. തിളച്ച വെള്ളത്തിലേക്ക് അരി ചേർത്ത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ കുക്കായിട്ട് വരും. അധികം സമയമൊന്നും എടുക്കില്ല, ഒരു 6-7 മിനിറ്റ് ഒക്കെ തന്നെ മതി ഇത് കുക്കായിട്ട് വരാൻ. പിന്നെ അരി കുതിർത്തിയെടുത്തതും അല്ലേ, അപ്പോൾ പെട്ടെന്ന് തന്നെ കുക്കായിട്ട് വന്നോളൂ. നമ്മളിതിലേക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അരി വേവിച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ സ്റ്റാർച്ച് കണ്ടന്റ് കാരണം അരിയൊക്കെ ആകെ കട്ട പിടിച്ച പോലെ ഇരിക്കും. ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ശബ്ദങ്ങളൊക്കെ കേൾക്കാം, കാരണം ഇന്നിവിടെ സ്കൂളില്ല, ഹോളിഡേ ആണ്. ഇവിടെ മഴയൊക്കെ കൂടുതലായ കാരണം സ്കൂളുകൾക്കൊക്കെ അവധി തന്നെയാണ്. ഇപ്പൊ കണ്ടില്ലേ നമ്മുടെ അരി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് മതി, ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി അരി നമുക്കൊന്ന് ഊറ്റിയെടുക്കണം. ഞാനിപ്പോൾ ഈ സ്ട്രെയിനറിലേക്ക് തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. പെട്ടെന്ന് തന്നെ ചെയ്യാം, കൂടുതൽ നേരം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെന്ത് കുഴയാൻ സാധ്യതയുണ്ട്. ഇപ്പൊ കണ്ടില്ലേ ഞാനിത് ഡ്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഒരുപാട് സമയം ഇതുപോലെ തന്നെ വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ അടിഭാഗത്തെ അരിയൊക്കെ കൂടുതൽ വെന്ത് പോകും. അപ്പോൾ വെള്ളം കറക്റ്റ് പോയെന്ന് ഉറപ്പ് വരുത്താം. അതിനുശേഷം നമുക്കിതൊരു പരന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ വെള്ളമൊക്കെ പോയിട്ടുണ്ട്, ഞാനിതൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ഇത് ഇതുപോലെ ഒന്ന് പരത്തിയിട്ട് കൊടുക്കാം. അപ്പോൾ ഒരുപാട് അങ്ങോട്ട് വെന്ത് കുഴഞ്ഞു പോവില്ല. ഇത് നിങ്ങൾക്ക് ഫാൻ്റെ താഴെ വേണമെന്നുണ്ടെങ്കിൽ വെക്കാം, അപ്പോൾ പെട്ടെന്ന് തന്നെ തണുത്ത് വരും. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇരുന്നാലും മതി. പിന്നെ ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം നിങ്ങൾക്കിത് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞ് പിന്നെ ഫ്രൈഡ് റൈസ് തയ്യാറാക്കി എടുക്കുമ്പോൾ ഇത് തീരെ ഒട്ടിപ്പിടിക്കൊന്നും ഇല്ല സാധാരണ. പക്ഷെ ഞാനിപ്പോൾ എനിക്ക് സമയമില്ലാതെ കാരണം ഞാൻ ഫ്രിഡ്ജിൽ വെക്കണില്ല കേട്ടോ. ഞാൻ അങ്ങനെ തന്നെയാണ് തയ്യാറാക്കി എടുക്കണത്. ഒന്നും തണുക്കണ രീതിയിൽ, അതായത് തലേ ദിവസം നിങ്ങൾക്ക് ഇപ്പോൾ അരി വേവിച്ച് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം നിങ്ങൾക്ക് ഫ്രൈഡ് റൈസ് വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാം. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുത്തേക്കാനാണെന്നുണ്ടെങ്കിലൊക്കെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാം. അതുപോലെ പച്ചക്കറികളൊക്കെ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ജസ്റ്റ് മിക്സിങ് മാത്രമേ ഉള്ളൂ. ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ വെജിറ്റബിൾ ഓയിലാണ് ഒഴിക്കണത്. ഇപ്പോൾ എണ്ണ നന്നായിട്ട് തന്നെ ചൂടായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിതിലേക്ക് മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു 4 മുട്ടയാണ് കേട്ടോ എടുക്കണത്. എഗ് ഫ്രൈഡ് റൈസ് ആകുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ മുട്ട ഉണ്ടാവണം. മുട്ടയുടെ ഫ്ലേവർ ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് തന്നെ മുന്നോട്ട് നിൽക്കണം. അപ്പോഴാണ് അത് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ പിന്നെ വെജ് ഫ്രൈഡ് റൈസിൻ്റെ പോലെ ഇരിക്കും. ഞാനിതിലേക്ക് 4 മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുകയാണ്. എല്ലാം പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം. ഈ ഒരു അളവിന് 4 മതി കേട്ടോ, കറക്റ്റ് ആയിരിക്കും. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത്, നമ്മുടെ ടേസ്റ്റിനനുസരിച്ച്. ഇനി ഇത് നമുക്കൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം. ചെറിയ കഷ്ണങ്ങളായിട്ട് ആക്കിയെടുക്കാം. ഇപ്പം ഇത് ഞാൻ നന്നായിട്ട് തന്നെ സ്ക്രാമ്പിൾ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് മതി കേട്ടോ, നന്നായിട്ട് തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു വേറെ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി സെയിം പാനിൽ തന്നെ നമുക്ക് ബാക്കി പരിപാടികളൊക്കെ ചെയ്യാം. എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ എണ്ണ ചൂടായിട്ട് വന്നിട്ട് നമുക്കിതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി മുറിച്ചത് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 3-4 അല്ലി വെളുത്തുള്ളി മുറിച്ചത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഞാനിപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ പച്ചമണമൊന്ന് മാറി വരട്ടെ. പക്ഷെ ഒരുപാട് അങ്ങോട്ട് മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇത് മതി. ഇതിലേക്ക് നമുക്ക് സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് ഭാഗം മുറിച്ചെടുത്തതാണ്, അത് ഇട്ട് കൊടുക്കാം. ഇതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉള്ളിയില്ലേ, ചെറിയ ഉള്ളി, അത് ഉപയോഗിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ സവോളയാണെങ്കിലും ഉപയോഗിക്കാം. ഇനി ഇതിലേക്ക് ഞാൻ സ്പ്രിംഗ് ഓണിയൻ്റെ തണ്ടിൻ്റെ ഭാഗമില്ലേ, അതും കൂടി ഇട്ട് കൊടുക്കണം. പക്ഷേ ഇല ഞാനിപ്പോൾ ഇട്ട് കൊടുക്കണില്ല കേട്ടോ. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് മതി കേട്ടോ. ഇനി നമുക്കിതിലേക്ക് പച്ചക്കറികൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ ആദ്യം ബീൻസ് ഇട്ട് കൊടുക്കണം. ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ക്യാരറ്റ്, പിന്നെ കൂണിട്ട് കൊടുക്കാം. ക്യാബേജ് മുറിച്ചത്,
പിന്നെ ക്യാപ്സിക്കം മുറിച്ചെടുത്തത് അവസാനം ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഓരോ പച്ചക്കറികളുടെയും കുക്കിംഗ് ടൈം വ്യത്യാസമായിരിക്കുമല്ലോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിതിലേക്ക് കുറച്ച് ഉപ്പും കൂടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം. ഇനി പച്ചക്കറികളൊന്ന് കുക്കായിട്ട് വരട്ടെ കേട്ടോ. എന്നാൽ ഒരുപാട് ഇങ്ങോട്ട് കുക്കായി വെന്ത് പോകേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ചൈനീസ് ഐറ്റംസ് ഒക്കെ തയ്യാറാക്കുമ്പോൾ എല്ലാവർക്കും തന്നെ അറിയാം, പച്ചക്കറികളൊന്നും ഒരുപാട് അങ്ങോട്ട് വെന്ത് പോരുത്. അപ്പോഴാണ് അതിൻ്റെ ഒരു റിയൽ ടേസ്റ്റ് കിട്ടുള്ളൂ. ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഞാനിത് വഴറ്റിയെടുക്കണത്. ഇതൊരു 3/4 ഭാഗത്തോളം കുക്കായിട്ട് വന്നാൽ മതി. ഇപ്പൊ കണ്ടില്ലേ, പച്ചക്കറികൾ ആവശ്യത്തിന് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. പക്ഷെ എന്നാൽ ഒരുപാട് അങ്ങോട്ട് വെന്ത് കുഴഞ്ഞൊന്നും പോയിട്ടില്ല. ഇത് മതി കേട്ടോ. ഇനി നമുക്കിതിലേക്ക് സോയാ സോസിന് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ ഡാർക്ക് സോയാ സോസിന് ഒഴിച്ചു കൊടുക്കണത് കേട്ടോ. ലൈറ്റ് സോയാ സോസ് ആണെന്നുണ്ടെങ്കിൽ അളവ് കുറച്ച് കൂടുതൽ ഒഴിച്ചു കൊടുക്കാം. ഡാർക്ക് സോയാ സോസ് ആകുമ്പോൾ ഇത് കുറച്ച് സ്ട്രോങ് ആയിരിക്കും. അപ്പോൾ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ സോയാ സോസിൻ്റെ അളവ് കൂടിപ്പോയി കഴിഞ്ഞാൽ ഫ്രൈഡ് റൈസ് ഭയങ്കര ഡാർക്കായിട്ടിരിക്കും. അപ്പോൾ ശ്രദ്ധിച്ച് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂണാണ് കേട്ടോ അതിലേക്ക് ഒഴിച്ചിരിക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്കിനി ആവശ്യത്തിന് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചില്ലേ, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് തന്നെ ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആയിട്ട് വരട്ടെ. ഇനി ഞാനിതിലേക്ക് സ്പ്രിംഗ് ഓണിയൻ്റെ ലീവ്സ് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അവസാനം നമുക്ക് കുറച്ചും കൂടിയും ചേർത്ത് കൊടുക്കണം. ഇട്ട് കൊടുത്താലും നല്ലൊരു ഫ്ലേവർ തന്നെ വരും ഇതിന്. ഇത് മതി. ഇപ്പം എല്ലാം നന്നായിട്ട് തന്നെ മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ചോറില്ലേ, അത് ചേർത്ത് കൊടുക്കാം. ചോറ് കണ്ടില്ലേ, ഇതുപോലെയാണ് ഇരിക്കേണ്ടത്. തീരെ ഒട്ടി പിടിക്കാൻ പാടില്ല. ഞാനിതിപ്പോൾ ഫ്രിഡ്ജിലൊന്നും വെച്ചിട്ടില്ല. നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കാം കേട്ടോ. ഇത് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു രീതിയിൽ പതുക്കെ മിക്സ് ചെയ്തെടുത്താൽ മതി. എല്ലാ ചോറും ഇട്ട് കൊടുക്കാം കേട്ടോ. സാധാരണ റെസ്റ്റോറൻറ്റ്സിലൊക്കെ ആകുമ്പോൾ അവർ ചൈനീസ് വാക്കായിരിക്കും ഉപയോഗിക്കുക. അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും അവർ മിക്സ് ചെയ്തെടുക്കുക. നമ്മളിത് ഇളക്കിക്കൊണ്ടിട്ട് ഇളക്കി കഴിഞ്ഞാൽ ചോറാകെ കുഴഞ്ഞു പോകും. അപ്പോൾ ആ ഒരു രീതിയിൽ ഒരിക്കലും ഇളക്കരുത് കേട്ടോ. പിന്നെ ഫ്രൈഡ് റൈസിൽ ചോറ് ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് നേരം നമ്മളിത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോഴാണ് ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടുള്ളൂ. അതും ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെയ്യണം. ഹൈ ഫ്ലെയിമിൽ വെച്ച് ചെയ്യുമ്പോൾ ഇതിനൊരു പ്രത്യേക ഫ്ലേവർ തന്നെ കിട്ടും. അത് നിങ്ങൾക്ക് ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും ശരിക്കും. ഇനി അവസാനം ഞാനിതിലേക്ക് കുറച്ച് എള്ളെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരുപാടൊന്നും വേണ്ട, 1 ടീസ്പൂണൊക്കെ മതി കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുരുമുളക് പൊടി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. എനിക്കിപ്പോൾ ഇതിൽ ആവശ്യത്തിന് തന്നെ എരിവുണ്ട്. ഇവിടെ എൻ്റെ മൂത്ത മോനാണ് ഫ്രൈഡ് റൈസ് ഭയങ്കര ഇഷ്ടം. ഇപ്പം നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട്. നമ്മളിത് ഹൈ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യണ കാരണമാണ് ഇങ്ങനെ നല്ലൊരു ഫ്ലേവർ തന്നെ കിട്ടണത് ഇതിന്. ഇത് മതി. അവസാനം നമുക്കിതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ്റെ ലീവ്സ് ഇല്ലേ, അതും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ചിലവർ ഇതിലേക്ക് സോസുകളൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ട്. ടൊമാറ്റോ സോസൊക്കെ ചേർക്കാറുണ്ട്. ഞാൻ പക്ഷെ സാധാരണ ചേർക്കാറില്ല. അതൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കളറും ശരിക്കും പറഞ്ഞാൽ മാറി വരും. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സോസുകളുടെ കൂടെ കഴിക്കാം, ടൊമാറ്റോ സോസിൻ്റെ കൂടെ കഴിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ചൈനീസ് കറികളുടെ കൂടെ ചില്ലി ചിക്കൻ, അതുപോലെ തന്നെ ചിക്കൻ മഞ്ചൂരിയൻ, അങ്ങനെ ഒരുപാട് റെസിപ്പീസ് ഞാൻ ഇതിനു മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ട്. വെജിറ്റേറിയൻസിനാണെങ്കിൽ ചില്ലി പനീർ,
അതുപോലുള്ള ഐറ്റംസിന്റെ കൂടെ ഒക്കെ കഴിക്കാം. നമുക്ക് ഇഷ്ടപ്പെട്ട എന്തിന്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. എഗ് ഫ്രൈഡ് റൈസ് ഒക്കെ ആകുമ്പോൾ തന്നെ വേണമെന്നുണ്ടെങ്കിലും കഴിക്കാൻ പറ്റും. പിന്നെ സാധാരണ റെസ്റ്റോറൻറ്റ്സിലൊക്കെ ആകുമ്പോൾ അവർ അജിനോമോട്ടൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ട്. നമ്മളിപ്പോൾ വീട്ടിൽ ഉണ്ടാക്കണതല്ലേ, അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ നമ്മളതൊന്നും ചേർക്കണില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. കണ്ടില്ല, പച്ചക്കറികളുടെ ആ ഒരു പച്ച കളറൊന്നും തീരെ പോയിട്ടില്ല. ആ ഒരു രീതിയിൽ വേണം ഫ്രൈഡ് റൈസ് ഇരിക്കാൻ. പിന്നെ തീരെ വെന്ത് കുഴഞ്ഞൊന്നും പോയിട്ടൊന്നുമില്ല. ചോറ് കണ്ടില്ലേ, നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുക്കുമ്പോൾ ഇതുപോലെ ഇങ്ങനെ വീഴണം. ഇപ്പം നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ എഗ് ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായം എന്ന് പറഞ്ഞോളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാക്കുകയാണെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യുക. അതുകൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പം മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.